ജിഫിരി തങ്ങളെ ചെരുപ്പിന്റെ ബാറായ യോഗ്യത ഈ ജിഫിരി തങ്ങൾ എന്നാ വന്നത് ചങ്ങയ്യ ഒന്ന് പറഞ്ഞു തരുമോ? ഈ എന്റെ പ്രായം അത്ര അന്ന് എന്റെ വയസ്സെന്ന് പറഞ്ഞ അന്നേക്കാട്ടും സീനിയറിറ്റി ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ സമസ്തയിലും ലീഗിലും പ്രവർത്തിക്കൽ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. എനിക്കിപ്പോൾ 60 വയസ്സായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തൊരു മുതലാണ് ആ മുതല്. എവിടുന്ന് കൊണ്ടുവന്നാണ് ഈ മുതലിന അതൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇത്രയും കാലം സമസ്തയിൽ പ്രവർത്തിച്ച് ഈ സമസ്തക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സമസ്തയിൽ പ്രവർത്തിച്ച മനുഷ്യനാണ്. ഈ സമസ്തന്റെ പണ്ഡിതന്മാരെ കൂടെ മുഴുവൻ ഞാൻ പിന്നെ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. വിമോചന യാത്രയിലും സന്ദേശയാത്രയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത മനുഷ്യനാണ്. ഈ സമസ്തയുടെ എല്ലാ ഉസ്താദ്മാരെ കൂടെയും എല്ലാവരായിട്ടും എനിക്ക് ബന്ധമുണ്ട്, എല്ലാവർക്കും ഇന്നെ അറിയും ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ജിഫിരി തങ്ങൾ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ മുതലിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഒരു സ്റ്റേജിലും കണ്ടിട്ടില്ല, എവിടെയും പ്രസംഗിക്കണും കണ്ടിട്ടില്ല. ഞങ്ങൾ എവിടുന്ന് വലിച്ചോടുന്നതാണ് ഈ മുതലിന? അപ്പൊ ശത്രുക്കൾ കൊണ്ടുവന്നാണ് ഈ മുതലിന. സമസ്ത മുഷാവറയിൽ ലീഗ് അല്ലാത്തൊരു പ്രസിഡന്റ് വേണം. ആ പ്രസിഡന്റിനെ നിങ്ങൾ കൊണ്ടത് ഈ ശത്രു CPM-ഉം KT ജലീലിന്റെ നോമിനിയാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ലീഗിനും സമസ്തയും തമ്മിൽ വേർപ്പെടുത്തി അതിനെ തമ്മിൽ അടുപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിക്കാണ്ട് വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടി CPM-ഉം ജലീലും കൂടി ചെയ്ത പണിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ഈ സമസ്ത പ്രവർത്തകരാരും ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ പ്രസിഡന്റ് ആയതിന് മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞു തരി. പിന്നെ അങ്ങനെ അയാളെ ചെരുപ്പിന്റെ വാറ് ഞങ്ങൾ ആവല് ഒന്ന് പറഞ്ഞോണ്ടാ. എൻ്റെ ആ ഭാഷ നമുക്ക് മനസ്സിലായില്ല. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഏത് കാലത്ത് എവിടെയും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോണ്ടാ. ഇയാളുള്ള കാലം ഗൾഫിലായിരുന്നു, വെള്ള വിസ കച്ചവടം എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പോയിട്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഇയാൾ ഇവിടെ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നുകാണ്ട് ഇപ്പോ പിന്നെ അരക്കണോനെ പിടിച്ച് ആട്ടാനെ ഏൽപ്പിച്ച മാതിരിയായി, നായി അൽച്ചിലുമ തൂരിയ മാതിരിയായി ഇപ്പൊ ഒന്നായിട്ട്. സമസ്ത മുഷാവറക്ക് ഒരു 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 ജനങ്ങൾക്ക് ഒരു ബഹുമാനവും ആദരവും റെസ്പെക്റ്റും ഉണ്ടായിരുന്നു. സമസ്ത മുഷാവറ എന്ന് കേട്ടാൽ ആ പണ്ഡിതന്മാരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഇപ്പൊ ആകെ മാറ്റിച്ച് ഇയാൾ വന്നതിന് ശേഷം പറയിപ്പിച്ചു സമസ്തന. ഇയാൾ എവിടുന്ന് വന്നാ, എവിടുത്തുകാരനാ, എങ്ങനെയാണ് ഇയാളെ ഈ ഉറവിട എവിടുന്നാ അതൊന്ന് പറഞ്ഞോണ്ടാ. ആദ്യം അത് പറഞ്ഞു, എന്നിട്ട് അയാളെ ചെരുപ്പിന്റെ വാറാവാം നമുക്ക്. എനിക്കറിയാം, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളൊക്കെ ഇത്രയും കാലം പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ സമസ്തയിൽ. ഇയാൾ എവിടുന്ന് കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു, എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്നതാണ്, ആരാണ് ഇയാൾ അവിടെ ഈ മുഷാവറയിൽ കൊണ്ടുവന്നത്? ശത്രുക്കൾ കൊണ്ടുവന്നതാ. ശത്രുവിന്റെ കുതന്ത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നില്. പത്രത്തിന്റെ ഉള്ളിലുകൾ പോയി നോക്കിക്ക്. സുപ്രഭാതം പത്രത്തിന്റെ ഉള്ളിൽ പോയി നോക്ക്. ഞാൻ അതിൽ പ്രവർത്തിച്ച മനുഷ്യരാ. ഈ വലിയ പിന്നെ ഡയലോഗും കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ആരോടൊപ്പം പറയണത്? ഞങ്ങളോടാ. എടോ, സുപ്രഭാതം പത്രത്തിലും ദർശന TV-യിലും വർക്ക് ചെയ്ത ഞാൻ 15 കൊല്ലം 20 കൊല്ലം ഞാൻ കോഴിക്കോട്ടങ്ങാടിയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഈ 20 വർഷത്തിനുള്ളിൽ ഈ സത്താർ പന്തല്ലൂരും ജലീലും തമ്മിലുള്ള സംസാരങ്ങള് ഇന്റെ ചവിട്ടിലുണ്ടെന്നും എന്റെ വണ്ടിയിലായിരുന്നു ഈ സത്താർ പന്തല്ലൂർ യാത്ര ചെയ്തിരുന്നത്. എന്റെ ചവിട്ടിലുണ്ട് സത്താർ പന്തല്ലൂരിന്റെ വോയിസ് സംസാരങ്ങള്. സത്താർ പന്തല്ലൂരിനോട് ഞാൻ ജലീലിനെ കുറിച്ച് കുറച്ച് തെറി അഭിഷേകം രൂപത്തിൽ സംസാരിച്ചപ്പോ സത്താർ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് വരേണ്ട. അന്ന് തുടങ്ങിക്കൊണ്ട് വരി കുസുകുസു എന്താണ് ഈ കുസുകുസു നിനക്ക് അന്ന് ഓടിയില്ല. ഇപ്പോഴാണ് ഇപ്പൊ ഷജറ വിഭാഗം ഈ പണി എടുക്കൽ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി അന്നത്തെ കുസുകുസു ഇതിനായിരുന്നു എന്നുള്ളത്. ആ മന്ത്രം എന്തിനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. അന്ന് തുടങ്ങിക്കണോ, 20 വർഷം മുമ്പ് തുടങ്ങിക്കണു ജലീലും സത്താറും തമ്മിൽ ഈ കുസുകുസു. പക്ഷെ അന്ന് ഓടിയില്ല. അന്ന് നമ്മൾ സുപ്രഭാതം പത്രം ദിവസേന വീട്ടിൽ വരുത്തിയ മനുഷ്യനാണ് ഞാൻ. ആ പത്രം തുടങ്ങിയ സമയത്ത് 1 വർഷത്തെ വരിക്കാരനായി ചേർന്ന ഞാൻ ആ കോഴിക്കോടുള്ള സമയത്ത് ആ പത്രം എടുത്ത് നോക്കുന്ന സമയത്ത് മുഴുവൻ CPM-ന് അനുകൂലമായിട്ടുള്ള പോസ്റ്ററുകൾ ഹെഡിങ്ങിന് മറിച്ച CPM-ഉം പിണറായി വിജയനും. അതോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എൻ്റെ 1 വർഷത്തെ പലിശയ്ക്ക് പോയാലും വേണ്ടി ഞാൻ സുപ്രഭാതം നിർത്തിക്കാണ്ട് ചന്ദ്രിക വീട്ടിൽ വരുത്തിയ ആളാണ് ഞാൻ. ആർക്കാ ഈ കിതാബ് ഓതുന്നത്? ഞങ്ങൾക്കോ? പറയാനുള്ളത് കുറെ പറയാണ്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മാറും. എൻ്റെ സത്താർ ബന്ധമുള്ളൊരു ഓനാണ് ഏറ്റവും വലിയ കള്ളൻ. ഇനി ഇവിടുന്ന് പറയാതിരിക്കാൻ പറ്റൂല. ഇനി തുറന്ന് പറയും. ഓനും കാട്ടുകള്ള ജലീലും കൂടിയിട്ടാണ് ഇന്ന് ഈ സമസ്തനെ പരുവത്തിലാക്കിയത്. ജലീൽ മുഖാന്തരം CPM ഏൽപ്പിച്ച ആളാണ് KT ജലീല്. സമസ്തയിൽ പിളർപ്പുണ്ടാക്കിയിട്ട് ലീഗിൽ ഭിന്നത ഉണ്ടാക്കി ലീഗിനെ തകർത്ത് കഴിഞ്ഞാൽ UDF തകരും. UDF തകർന്ന അതിന്റെ മറവില് മൂന്നാമതും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ജലീല്
കരുതി കൂട്ടി ജലീലും സത്താറും കൂടി ഉണ്ടാക്കിയ കെണികളാണ് അതൊക്കെ. ഈ സത്താർ മുഖാന്തരാണ് ഈ സമസ്തയിലെ ഈ മുഷാവറയിലുള്ള ഇപ്പൊ ഈ ഷജറപ്പാൽ കുടിച്ച ഈ ഉസ്താദുമാർ മുഴുവൻ ഉള്ളത്. അതിന്റെ പിന്നാലെ ഇവർക്ക് നല്ല പൈസയും കിട്ടിയിട്ടുണ്ട്. നല്ല അച്ചാരം CPM-ന്റെയും ജലീൽ മുഖാന്തരം CPM-ന്റെ അടുത്ത് അച്ചാരം വാങ്ങി നക്കിയിട്ടാണ് ഇവർ ഈ ഷജറ വിഭാഗം ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. സമുദായത്തിനെ സ്നേഹിക്കുന്നവരോ ഉമ്മത്തിനെ സ്നേഹിക്കുന്നവരോ ആണെങ്കിൽ ഇപ്പൊ ഓല് ചർച്ചക്ക് തയ്യാറാവണം. ഒരു മസ്ലഹത്തിന് ഓല് വരണം. പണക്കാട്ടിക്ക് വിളിച്ചിട്ട് വന്നോ? വന്നില്ല, വരൂല, പൈസ വാങ്ങിപ്പോയി, ഇനി ഓർക്ക് വരാൻ പറ്റൂല. അപ്പൊ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഒരു സമസ്ത ആദർശ പിന്നെ മണ്ണാങ്കട്ടാന്ന് പറഞ്ഞുകാണ്ട് ഒരു സമ്മേളനം വെച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കിയാണ്ട് വോട്ട് ഭിന്നിപ്പിക്കും. ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഒരു മസലഹത്തിന് ഒരു ചർച്ചക്ക് ഓല് വരൂല. ഓല് ഇത് നീട്ടി കൊണ്ടുപോകും. ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ സമുദായത്തെ തമ്മിൽ അടുപ്പിക്കുക തന്നെ ചെയ്യും. അടുപ്പിച്ച് ഓല് ലീഗിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ ഷജറ വിഭാഗം ഇറങ്ങിയിട്ടുള്ളത്. ഈ ആരോടാ പറയുന്നത്? സമസ്ത സുപ്രഭാതത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പോയി നോക്കുക ചെയ്യും. ഒരു സുപ്രഭാതത്തിന്റെ ഉള്ളിൽ 4 നേരം കയറി ഇറങ്ങിയ മനുഷ്യനാ ഞാൻ. ആ സുപ്രഭാതം ഓഫീസിന്റെ ഉള്ളില് ഒരു പിന്നെ 80-85-90% ആളുകള് ഇടതുപക്ഷ അനുകൂലികളാണ്. സുപ്രഭാതം പത്രം പോലെ കയ്യിലാണ് ഇപ്പോ. അല്ലെങ്കിൽ ഇത് പോയി നോക്കണം ചങ്ങായി. സമസ്ത മുഷാവറയിൽ പാണക്കാട്ട് തങ്ങന്മാരെ മാറ്റി നിർത്തി എന്തിനാ? മുഷാവറിന്ന് പാണക്കാട്ട് തങ്ങന്മാർ മുഷാവറയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ചർച്ചകളോ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പാണക്കാട്ടെ തങ്ങൾമാർ എന്താ പറയുന്നു അതേ ജനം കേൾക്കുള്ളൂ, അതേ മുഷാവറ കേൾക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമ്പ്രദായം വേണ്ട. തങ്ങന്മാരെ മാറ്റി നിർത്തനമാണ്. അങ്ങനെ തുടച്ചു നീക്കപ്പെട്ടു. പാണക്കാട് സാധിക്കാലി തങ്ങൾ വിവരം കിതാബ് ഓതിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങള് പാണക്കാട് തങ്ങന്മാരെ കംപ്ലീറ്റ് സമസ്ത മുഷാവറിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. അത് എന്തിനാ? പാണക്കാട്ടെ സാധിക്കാലി തങ്ങൾക്ക് വിവരം ചെയ്യാന്നുണ്ടെങ്കിൽ പാണക്കാട്ടെ തങ്ങന്മാരിൽ വിവരമുള്ളോ എത്ര ആളുണ്ട്? എത്രയോ ആളുണ്ട്. മദ്രസ ഓതിയാലും കിതാബ് ഓതിയാലും കോളേജിൽ പോയാലും വിദേശ വിദ്യാഭ്യാസം നേടിയവർ എത്രയോ ഉണ്ട്. ആരെങ്കിലും നിങ്ങൾ കയ്യിലെടുത്തോ? മുഷാവറിയില് എടുക്കൂല. കാരണം പാണക്കാട്ടെ കുടുംബത്തെ നിശേഷം ഇല്ലായ്മ ചെയ്യലാണ് ശത്രുക്കള്. CPM-ന്റെ അജണ്ടയിലെ ഒരു ഭാഗം അത് സമസ്ത മുഷാവറിയിൽ നിന്ന് പാണക്കാട്ടെ തങ്ങന്മാരെ എടുത്തു കളയാനുള്ള കാരണത. എന്നാലേ നിങ്ങളെ ഈ ഷജറ വിഭാഗത്തിന് അവിടെ പിടിമുറുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പാണക്കാട്ടെ തങ്ങന്മാരെ അവിടുന്ന് എടുത്തു കളഞ്ഞത്. പാവപ്പെട്ട വയോവൃദ്ധരായ ആലിക്കുട്ടിസ്ഥാദിനെ പോലുള്ള ആളുകളൊക്കെ വായ ഞങ്ങൾക്ക് മൂടിക്കെട്ടാൻ കഴിയും. ആ സമയത്ത് പാണക്കാട്ടെ തങ്ങന്മാര് സമസ്ത മുഷാവറിന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വായ മൂടിക്കെട്ടാൻ സാധിക്കൂല. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്ലാനോട് കൂടിയാണ് എല്ലാ കരിക്കുളും നീക്കിയിട്ടുള്ളത്. നിങ്ങൾ സുപ്രഭാതത്തിൽ നുഴഞ്ഞു കയറി സുപ്രഭാതം കൈക്കലാക്കി. നിങ്ങൾ സമസ്ത മുഷാവറയിൽ ഇപ്പൊ പാണക്കാട്ടെ തങ്ങന്മാരെ കംപ്ലീറ്റ് വിശേഷം മാറ്റി നിർത്തിയിട്ട് സമസ്ത മുഷാവറയിൽ കംപ്ലീറ്റ് നിങ്ങളെ ഷജറപ്പാൽ കുടിച്ച ഇടതുപക്ഷ ആളുകൾ അനുകൂലികളായ ആളുകൾ കയറിക്കൂടി. എന്നിട്ട് 40 മുഷാവറിയിൽ എല്ലാവരും ഈ ഷജറ വിഭാഗത്തിന്റെ ഒപ്പമില്ല. ആകെ 8-10 ആളുകളെ ഷജറനെ അനുകൂലിക്കുന്നവരുള്ളൂ. ബാക്കിയുള്ള വയസ്സായ ഉസ്താദ്മാരെ മേലെ മുഴുവൻ ഈ ഉമ്മർ ബൈസിനെ പോലുള്ള ഗുണ്ടകൾ പേടിപ്പിച്ച് നിർത്തിക്കുക പാവങ്ങളെ. ആ സ്ഥലത്ത് അത് ഒരു പാണക്കാട്ടെ തങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഗുണ്ടായിസ് അവിടെ നടക്കൂലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ തുടച്ചു നീക്കിയത്. പിന്നെ നിങ്ങളെ അടുത്ത ലക്ഷ്യം മുഷാവറയിലെ പ്രസിഡന്റ് ലീഗ് അനുഭാവി അല്ലാത്ത ഒരാളെ കൊണ്ടുവരണം. അതിന് അതുപോലെ കൊണ്ടുവന്നു. ഇയാൾ എവിടുന്ന് വന്നാണ്? ഒരു അഡ്രസ്സും ഇല്ലാത്ത ഏതോ ഒരു സാധനത്തിന് എവിടുന്നോ കൊണ്ടുവന്നതാ. ആർക്കും അറിയില്ല. എന്റെ ജീവിതത്തിൽ ഇത്രയും 60 വയസ്സിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ മുതലിന. എവിടുന്ന് കിട്ടി ഈ മുതൽ? ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരിക. അതിനൊരു ഉത്തരം തരും നിങ്ങൾ. എന്നിട്ട് പോകാൻ പറയാം ചെരുപ്പിന്റെ വാറാവാൻ യോഗ്യത അയാൾ എവിടുന്ന് വന്നു അതൊന്ന് പറഞ്ഞോണ്ടാ. KK അസ്രത്തും കണ്ണിയത്തും ഷംസുലുലമയും നാട്ടിക ഉസ്താദും EK അബൂബക്കറും EK ഷംസുലുലമയും ചെറുശ്ശേരി ഉസ്താദും ഇവരൊക്കെ കണ്ടു വളർന്നവരാ നമ്മളൊക്കെ. ആ ചരിത്രം നോക്കി സമസ്തയുടെ എത്രയോ സമ്മേളനങ്ങളും കൂരാട് സമ്മേളനങ്ങളും ഇതൊക്കെ എല്ലാ സമ്മേളനത്തിലും എല്ലാ പരിപാടിയിലും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു മുതലിനെ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല. ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും അറിയോ ആ ഒരു മുതൽ എവിടുന്ന് വന്നതെന്ന്? ആർക്കും അറിയില്ല. അങ്ങനെ ഒരു മുതലിനെ ലീഗ് അല്ലാത്ത ലീഗ് വിരോധി, അതും ലീഗ് വിരോധി. ഈ കോൺഗ്രസ് കുടുംബത്തിൽ എല്ലാവരും UDF സഖ്യം വരുമ്പോൾ എല്ലാവരും കോണിക്കും കൈപ്പത്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വോട്ട് ചെയ്യും. പക്ഷെ കോണി ചിഹ്നത്തില് ജീവിതത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആര്യാടൻ കോൺഗ്രസ്സുകാരാ. ഈ ആര്യാടൻ കോൺഗ്രസിന്റെ
ആണ് ഇയാളെ കുടുംബം. പക്ക ആര്യടം കോൺഗ്രസ്സുകാരെ. ഇയാളൊരു മോന് ആര്യടം കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് മണ്ണാക്കട്ടെ എന്തോ ആണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബം. പിന്നെ ഇയാളെ പറ്റി പറഞ്ഞ ഇയാൾ തങ്ങളാണ്, സയ്യിദാണ്, ഒക്കെ ശരി, സമ്മതിച്ചു. ഒരു തങ്ങളും സയ്യിദും വലിയൊരു ആലിമും ആണെന്നുണ്ടെങ്കിൽ ആര്യാടൻ കോൺഗ്രസിനെ പിൻപറ്റുമോ? ആര്യാടൻ കോൺഗ്രസ് അയാളെ ഇമാം ആരാ? ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദ് ആരാ? നിരീശ്വരവാദി. നിരീശ്വരവാദിയായ ഒരു നേതാവിനെ പിൻപറ്റാൻ പറ്റുമോ ഇയാളെ പോലുള്ള ഒരു ആലിമിന്? എന്നിട്ട് അങ്ങനത്തെ ഒരു വിരോധിയായ ആളെ സമസ്തന്റെ മുഷാവറിന്റെ തലപ്പത്ത് കൊണ്ടുവരിക. അപ്പൊ സുപ്രഭാതങ്ങളൊക്കെ SKSSF നിങ്ങൾ സത്താർ ബന്ദല്ലൂരിന്റെ ഇതിലൂടെ SKSSF നിങ്ങളെ കാൽ കീഴിലാക്കി, സുപ്രഭാതം പത്രം നിങ്ങൾ കൈക്കലാക്കി, സമസ്ത മുഷാവറിൽ നിന്ന് പാണക്കാട്ട് തങ്ങന്മാരുടെ നിശേഷം മാറ്റി നിർത്തിയിട്ട് അതും ഉമർ ഫൈസിനെ പോലുള്ള ഗുണ്ടകളെ മുഷാവറ നിങ്ങളെ കൈക്കലാക്കി, സമസ്ത മുഷാവറിന്റെ പ്രസിഡന്റ് നിങ്ങളെ കൈക്കലാക്കി, മൊത്തം നിങ്ങളെ കയ്യിലാക്കി, നിങ്ങൾ ഭദ്രമാക്കി വെച്ചിട്ട് നിങ്ങൾ പിന്നെ തുടങ്ങിക്കപ്പോ സമസ്ത ആദർശ വിശദീകരണ സമ്മേളനം മണ്ണാങ്കട്ട അറിഞ്ഞുകാണ്ട് നിങ്ങൾ പച്ച തെറികൾ വന്നുകാണ്ട് പണ്ഡിതന്മാര്, താരികെട്ടിട്ട് മൂലമാര്, പിന്നെ ശജറപ്പാലും കുടിച്ചുകാണ്ട് തെരുവാങ്ങിനും ബാങ്കരും ചെമ്മാടും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും വന്നുകാണ്ട് നിങ്ങൾ പന്തല് കെട്ടി, സ്റ്റേജ് കെട്ടി, ആളുകളെ അറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത ഇതിൽ നിഷ്പക്ഷരായ ആളുകളെ വഴിപഴപ്പിക്കാൻ വേണ്ടി ലീഗിന്റെയും പാണക്കാട്ടെ തങ്ങന്മാര് പച്ച ഇറച്ചി നിന്ന. എവിടുന്ന് വന്നോടോ ചൊക്ക? എനിക്ക് എന്താ രാഷ്ട്രീയം, എന്താ സംസ്ഥാനം ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പ്രൈവറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാം. എടോ, ഇതൊക്കെ ഞങ്ങൾ വിളമ്പിടുന്നത് ഇതൊക്കെ ഇവരെ പറ്റി ഈ പറഞ്ഞ വ്യക്തികളെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടാണ്. അന്റെ സത്താർ എന്താന്നുള്ളതും, അന്റെ അമ്പലക്കടവ് എന്താന്നുള്ളതും, അന്റെ ഉമർ ബൈസി എന്താന്നുള്ളതും, അന്റെ സലാഹുദ്ദീൻ ബൈസി എന്താന്നുള്ളതും, അന്റെ പിന്നെ വടക്കേക്കാട് എന്താന്നുള്ളതും ഒക്കെ എല്ലാരെ കുറിച്ചും നല്ലോണം പഠിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ കാര്യം പറയണത്. തട്ടിപ്പും വെട്ടിപ്പും വേണ്ടാത്തരങ്ങളും മാത്രമേ അന്റെ ഈ പറഞ്ഞ നേതാക്കന്മാരെ കുറിച്ച് വന്നിട്ടുള്ളൂ. മറ്റുള്ള സമസ്തയിൽ എത്രയോ ആലിമീങ്ങൾ, എത്ര പണ്ഡിതന്മാരുണ്ട്. ആരെയും കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദ പ്രചരണം വെച്ച് കേട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പച്ച ഇറച്ചി നിങ്ങൾ തിന്നുന്നുണ്ട്. ഒരു നെലുമണി തൂക്കം ആ പാവം മനുഷ്യനെ കുറിച്ച് ഒരു കളങ്കം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അബ്ദുൽ ഹക്കീം ഫൈസിനെ കുറിച്ച് നിങ്ങൾ അപവാദ പ്രചരണം നടത്തുന്നുണ്ട്. ആ അബ്ദുൽ ഹക്കീം ഫൈസിനെ കുറിച്ച് ഒരു നെലുമണി തൂക്കം മോശമായ രീതിയിൽ ഒരു അപവാദ കാര്യങ്ങൾ നിങ്ങളെ ഈ CIC പ്രശ്നങ്ങളല്ലാത്ത എന്തെങ്കിലും നിങ്ങളത് ചൂണ്ടിക്കളിച്ചു തരാൻ കഴിയോ? നിങ്ങൾ കുറ്റം പറയുന്ന ഈ സമസ്തയിൽ നിങ്ങളെ മറുപക്ഷത്തെ കുറ്റം പറയുന്ന ഈ നേതാക്കന്മാരെ കുറിച്ച്, ബഹാവുദ്ദീൻ ഉസ്താദ് ആയിക്കോട്ടെ, പിന്നെ അബ്ദുൽ ഹക്കീം ഫൈസി ആയിക്കോട്ടെ, അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനതകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? ഈ വഹാബി പ്രശ്നവും ഈ പിന്നെ ഹക്കീം ബൈസിന്റെ CIC പ്രശ്നം ഇതൊക്കെ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ഈ സമൂഹത്തിന്റെ അടിയിൽ. എന്നിട്ട് ആ പേരും പറഞ്ഞുകാണ്ട് അണികളെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് നുണകൾ, പച്ച നുണകൾ പറഞ്ഞുകാണ്ട് അതിന്റെ മറവിൽ പാണക്കാട്ടെ തങ്ങന്മാരെയും ലീഗിനെയും പച്ച ഇറച്ചി തിന്നുക. ഇതാണ് നടക്കുന്നത്. പൈസ വാങ്ങിക്കണു ചങ്ങയ്യ, പോയി പഠിക്ക്, ആഴത്തിൽ പഠിക്കുക. അല്ലെങ്കിൽ മലന്നെടുത്തിട്ടൊന്ന് ആലോചിക്ക് വീട്ടിൽ പോയിട്ട്. അന്റെ ആൾക്കാർ പൈസ വാങ്ങിക്കണോ, അച്ചാരം വാങ്ങിക്കണോ CPM-ന്റെ അടുത്ത്, ജലീലിന്റെ അടുത്തുനിന്ന്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലും ഒരു മസലയത്തിനും ഒരു ചർച്ചക്ക് പോലും വരൂല. ഇജൊന്ന് വിളിച്ചോ, നമ്മൾ തയ്യാറാ. അന്നെ ഞാൻ വെല്ലുവിളിക്കുക. അന്നെ ഞങ്ങൾ മറുവശത്തുള്ള പണ്ഡിതന്മാരെ മുഴുവൻ ഞങ്ങൾ അണിനിരത്താം. ഞങ്ങളെടുത്തുള്ള എല്ലാ രേഖകളും ഞങ്ങൾ പറയുന്നതാണോ ശരി, അന്റെ ശജറ വിഭാഗം പറയണതാണോ ശരി എന്നുള്ള മസലയത്തിന് നമ്മൾ ചർച്ചക്ക് തയ്യാറാ. നമ്മളെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ പാണക്കാട്ടേക്ക് വരണ്ട, നിങ്ങൾ വിളിച്ചോടത്തേക്ക് നമ്മൾ വരാൻ തയ്യാറാ. അന്റെ നേതാക്കന്മാരെ വിളിച്ചേ, അന്റെ അമ്പലക്കടവിനെയും അന്റെ ഉമർ ഫൈസിനെയും അന്റെ സത്താർ ബന്ദല്ലൂരിനെയും ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി ശജറ സമ്മേളനം വെച്ച് നടത്തുന്ന ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിക്കാൻ. നിങ്ങൾ വിളിച്ചോടത്തേക്ക് എന്റെ സമസ്തന്റെ പണ്ഡിതന്മാർ ഈ പറഞ്ഞങ്ങൾ എതിർ വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ അണിനിരത്താം. ഞങ്ങളുടെ ഭാഗത്തുള്ള ഞങ്ങളെ എല്ലാ തെളിവുകളും ഞങ്ങൾ കൊണ്ടുവരാം. നിങ്ങളുടെ ഭാഗത്തുള്ള തെളിവുകൾ ഇങ്ങോട്ട് കൊണ്ടുവരി. എന്നിട്ട് നമ്മളൊന്ന് ഇരിക്കുക, ഒന്ന് ഇരുന്നുകാണ്ട് ഈ സമൂഹത്തിന്റെ അടിയിൽ നമ്മൾ ഈ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടിക്കാണ്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാണ് സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്ന ആകെ ആടി ഒലഞ്ഞുകൊടുക്ക ഇന്ന് സമുദായം ഇന്ത്യ രാജ്യത്ത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഭിന്നത ഉണ്ടാക്കണ്ട, നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നമ്മൾ രമ്യമായി ഒരു മസലയത്തിൽ ഇരുന്നത് രമ്യമായി പരിഹരിക്കുക. സത്താർ ബന്ദല്ലൂരിന് എന്താ പ്രശ്നം? അമ്പലക്കടവിന് എന്താ പ്രശ്നം? വടക്കേക്കാടിന് എന്താ പ്രശ്നം? ഉമർ ബൈസിക്ക് എന്താ പ്രശ്നം? സലാഹുദ്ദീൻ എന്താ പ്രശ്നം? വെള്ളായിക്കോടിന് എന്താ പ്രശ്നം?
OP അഷ്റഫിന് എന്താ പ്രശ്നം? ഓരോ പ്രശ്നങ്ങളൊക്കെ കണ്ട് പരിഹരിക്കാം. ഒന്ന് ഇരുന്നാൽ മതി. നമ്മളെല്ലാവരും പാണക്കാട്ട് തങ്ങന്മാരെ നിങ്ങളെടുത്ത് കാണ്ട് കൊണ്ടുവരാം. നിങ്ങൾ പാണക്കാട്ടേക്ക് വരണ്ട. എവിടെ വെച്ചാൽ ഞങ്ങൾ വിളിച്ചോളി. കോഴിക്കോടോ എറണാകുളത്തോ മലപ്പുറത്തോ ഏതൊരു ഹോളിലോ എവിടെ വെച്ചിട്ട് എവിടെ വെച്ചിട്ട് നമ്മൾ സ്വകാര്യമായിട്ടോ പബ്ലിക്കായിട്ടോ നമുക്ക് നമ്മൾ തമ്മിൽ അങ്ങോട്ടും പറഞ്ഞു തീർക്കാം. എന്നാലെങ്കിലും നമ്മളെ സമുദായം ഒന്ന് ഒന്നിക്കട്ടെ. നമ്മളെ സമസ്തനെ പിളർത്തല്ലേ നിങ്ങൾ. ദയവ് ചെയ്തിട്ട് വിളിക്കുക എന്ന നേതാക്കന്മാരാ. തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ നേതാക്കന്മാരോട്, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയാം എൻ്റെ നേതാക്കന്മാരോട്, പാണക്കാട്ടേക്ക് ഒരു വരൂല എന്ന് പറഞ്ഞ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവും. ഓരോ ഭാഗത്തുള്ള പിന്നെ വാദങ്ങൾ ഒരു നിരത്താൻ തയ്യാറാണ്. നമ്മളും തയ്യാറല്ല. ജസ്റ്റ് ഞങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങളെ പറഞ്ഞിട്ട് ഞങ്ങളെ പണ്ഡിതന്മാരോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓലെ അറിയിക്കട്ടെ നേതാക്കളെ. ഈ ഗ്രൂപ്പിൽ കുറെ ആനിമികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഓലെ നമ്മൾ വിവരം അറിയിക്കാം ഞങ്ങള് വ്യക്തിപരമായിട്ട്. എന്നിട്ട് ഓലെ അറിയിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ എതിർക്കട്ടെ. ഞങ്ങളെ പണ്ഡിതന്മാരും ഞങ്ങൾ ഈ ലീഗ് നേതാക്കന്മാരും ഒക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചോളി. എന്നിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുക. എന്നിട്ട് നമ്മളൊന്ന് തീർക്കുക ഈ പ്രശ്നം. എന്നാലെങ്കിലും നമുക്ക് ഈ സമുദായത്തിനൊന്ന് ഒരു ഐക്യപ്പെടാലോ. ഈ ഭിന്നത ഇപ്പം ഈ വരാൻ പോണ ഇലക്ഷനും പ്രശ്നങ്ങളും വന്നിട്ട് നമ്മൾ സമുദായം തമ്മിൽ തച്ച് തീർന്ന ശത്രുവാണ് ജയിച്ചു കയറുക. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക, നമ്മളൊന്ന് മസലത്തിന് ഇരിക്കുക, അന്ന് ചർച്ച തീരുക. എന്നാൽ നിങ്ങളെ പ്രശ്നങ്ങൾ സത്താറിനെയും മറ്റുള്ളവരെ അമ്പലക്കടവിൻ്റെയും പ്രശ്നങ്ങളൊക്കെ തീർക്കുക, പറഞ്ഞു തീർക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊടുക്കുക. CAC-യിൽ എന്താ ഹക്കീം ബേസിന്റെ വിഷയങ്ങളുണ്ടാ അതും പറഞ്ഞു തീർക്കാം നമുക്ക്. പിന്നെ PMS സലാമിന്റെ പ്രശ്നം ഉണ്ടാ അതും പറഞ്ഞു തീർക്കാം. നിങ്ങൾ തയ്യാറുണ്ടോ? വരൂല. ഇജ്ജ് വിളിച്ചോ. എന്നെ ഞാൻ ചാലഞ്ച് ചെയ്യണു. ഇജ്ജ് വലിയ പിന്നെ ഷജറപ്പാൽ കുടിച്ചുകാണ്ട് ഈ ഗ്രൂപ്പിൽ ഒന്നാണ്ട് കളകളകളകളിട്ട് ഇളക്കുന്നുണ്ടല്ലോ. ഞാൻ വെല്ലുവിളിക്കുക. എൻ്റെ നേതാക്കന്മാരോട് ഇജ്ജ് പറയാൻ തയ്യാറുണ്ടോ? വരാൻ പറയേ. എല്ലാ രേഖകളും എടുത്തോ. ഇവിടുത്തെ ഞങ്ങളെ ഭാഗത്ത് നിന്ന് ഞങ്ങളും വരാം. എന്നിട്ട് നമ്മളൊന്ന് മസലത്ത് അടിപിടിയും കച്ചറൊന്നും ഇല്ലാതെ നല്ലൊരു പിന്നെ മധ്യസ്ഥന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുക. എന്നിട്ട് ആരെ ഭാഗം നിങ്ങളെ ഭാഗം നിങ്ങൾ പറയും, ഞങ്ങളെ ഭാഗം ഞങ്ങൾ പറയാം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളൊന്ന് ഉരിച്ചിരുന്ന് ഇതിൽ തെറ്റും ശരിയും നമ്മളൊന്ന് നിർണ്ണയിക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഐക്യപ്പെടുക. പക്ഷെ നിങ്ങൾ വരൂല. എൻ്റെ ഷജറപ്പാൽ കുടിച്ച നേതാക്കന്മാർ വരൂല. അച്ചാരം വാങ്ങി നക്കിയോല് വരൂല. കോടികളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. വരൂല. അത് ഈ ഒരു മസലത്തിന് ഒരു ചർച്ചക്കും ഇല്ലാതെ ഓല് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ജലീലിന്റെ ആജ്ഞ അനുസരിച്ചത് വലിച്ചു നീട്ടി കൊണ്ടുപോകും. ചിന്നേറ്റ് ചാലഞ്ച് ചെയ്തോ ഷജറക്കുട്ടിയെ? ചാലഞ്ച് ചെയ്യണ്ടോ? ആൺകുട്ടിയാണെങ്കിൽ ഇജ്ജ് ഉമ്മാന്റെ മുലപ്പാൽ ഒടിച്ച ആൺകുട്ടിയാണെങ്കിൽ ഇജ്ജ് വിളിക്കടാ എന്റെ നേതാക്കന്മാരാ. ഞാൻ ചാലഞ്ച് ചെയ്യാ. ഞാൻ പറയണോ ഇജ്ജ് പന്ത്യം വെച്ചെന്നായിട്ട് ഞാൻ എന്നോട് പറയണു വെല്ലുവിളിക്കുക. എന്നോട് ധൈര്യം ഉണ്ടെങ്കിൽ ഇജ്ജ് വിളിക്കുക എന്റെ നേതാക്കന്മാരാ. യാതൊരു അടിസ്ഥാനമില്ലാത്ത കള്ള പ്രചരണങ്ങൾ നടത്തിക്കാണ്ട് പാവപ്പെട്ട ഈ സമുദായ നേതാക്കന്മാരെ നിങ്ങൾ താറടിക്കുക. ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ശത്രുവിൻ്റെ അടുത്ത് കാശ് വാങ്ങിക്കാണ്ട് വെല്ലുവിളിക്കുക. ഞാൻ എല്ലാ സംഗതികളും ഇവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വരാൻ തയ്യാറാണ്. നിങ്ങൾ വിളിച്ചിനോടത്തേക്ക്. എന്നിട്ട് നമ്മളൊന്ന് ഇരുന്ന് കണ്ട് നമ്മളൊന്ന് മസലത്താക്കുക. നിങ്ങളെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാലോ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോവുണ്ടല്ലോ തെരുവാന്തരം വന്നിക്കാണ്ട് ഈ അണികളെയും ഈ ഉമറാക്കളി പൊട്ടന്മാരാക്കിക്കാണ്ട് ഒന്നും അറിയാത്ത ഉമറാക്കൾ ഇതിൽ പിന്നെ വീണ് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിക്കാണ്ട് നമ്മളെ സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പ് തീർത്തിട്ട് നമ്മളെ സമുദായ ഐക്യം നിലനിർത്താനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകാണ്ട് മസലാത്താക്കി മാപ്പ് ചോദിച്ചാണെങ്കിൽ മാപ്പ് ചോദിച്ചിട്ടെങ്കിലും പ്രശ്നം തീർക്കുക. പക്ഷെ CAC വിഷയം ഒന്നല്ല നിങ്ങളെ വിഷയം. PMS സലാമിന്റെ വിഷയങ്ങളൊന്നല്ല നിങ്ങളെ വിഷയം. നിങ്ങളെ വിഷയം നിങ്ങളെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഷജറ നേതാക്കന്മാർക്ക് ആ ഒരു ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. ഇതുവരെ പാണക്കാട് കാളിമിലയിനോ അത് ജനങ്ങളുടെ യേശുല എന്ന് കണ്ടപ്പോൾ നിർത്തിവെച്ചു ആ പരിപാടി. കാളി വിവാദം നിങ്ങൾ ഇതെല്ലാം കൈപ്പിടിയിലാക്കിക്കാണ്ട് നിങ്ങൾ പിന്നെ തുടങ്ങിയത് ഷജറ വിശദീകരണ യോഗങ്ങൾ വെച്ചുകാണ്ട് നിങ്ങൾ പാണക്കാട്ടെ തങ്ങന്മാരെയും ലീഗിനെയും നിങ്ങൾ പിന്നെ ടാർഗറ്റ് ചെയ്ത് കാണ്ട് സംസാരിച്ചിരുന്നത്. ഈ പണ്ഡിതന്മാരായ തടികെട്ടിട്ട് താടിക്കാരായ മൂലയന്മാർ വന്നുകാണ്ട് ഈ ഗ്രാമങ്ങളിൽ വെച്ച് കാണ്ട് ഇതേമാതിരി പാണക്കാട്ടെ തങ്ങന്മാരെയും പിന്നെ കുറെ കുറ്റം പറയാം. ലീഗിനെ കുറെ കുറ്റം പറയുമ്പോഴേ ഈ ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഈ ഉമറാക്കള് പിന്നെ വഴി തെറ്റിപ്പോവും. 10 ആള് തിരിച്ചാൽ 10,000 തിരുന്ന ഒരു പഴയ കാലത്തെ ചൊല്ലുണ്ട്. ഈ സ്റ്റേജ് കെട്ടിക്കാണ്ട് 10ഉം 15 മൂലയന്മാർ വന്നുകാണ്ട് ഈ പച്ച നോണ പറയുമ്പോൾ ഏത് പിന്നെ ആളുകളും വിശ്വസിച്ചു പോവും. അപ്പൊ ആ പാണക്കാട്ടെ തങ്ങന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക, ലീഗിനെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് വോട്ട് പിന്നെ കശപിശാക്കുക. ഇതാണ് നിങ്ങളെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വിളിക്കുക. ഈ ആൺകുട്ടിയാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുക. എൻ്റെ നേതാക്കന്മാരാ നമ്മൾ തയ്യാറാ. എപ്പോ വേണോ വിളിച്ചോ.
നമുക്ക് ഈ പ്രശ്നം ഈ ഇലക്ഷന്റെ മുമ്പ് തീർക്കണം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണ്ട, ഇലക്ഷന്റെ മുമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇലക്ഷന്റെ മുമ്പ് വേണം മസ്ലഹത്ത്. ഇലക്ഷന്റെ മുമ്പ് ഈ വരാൻ പോണ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അന്റെ സത്താർ പന്തല്ലൂരും അമ്പലക്കടവും ഉമ്മർ ഫൈസിയും അന്റെ ആ സലാവുദ്ദീൻ ഫൈസി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അന്റെ എല്ലാ മൂലമാരെയും കംപ്ലീറ്റ് ഈ ഇലക്ഷന്റെ മുമ്പ് മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറുണ്ടോ? നമ്മൾ വെല്ലുവിളിക്കുക, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ വരൂല. അന്നേറ്റ് ഞാൻ ചാലഞ്ച് ചെയ്യാം, എൻ്റെ കൂട്ടറ വിളിച്ചോക്കെ വരൂല. കാരണം അത് അങ്ങനെയാണ്, വലിച്ചു നീട്ടി കൊണ്ടുപോകും. ഇലക്ഷൻ കഴിഞ്ഞ വരെ ഓല ആവശ്യം ഭിന്നതയാണ്, ഭിന്നിപ്പുണ്ടാക്കുക വോട്ടിങ്. ആ വോട്ടിങ്ങാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല, ഒരു ശാസന സമ്മേളനം ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല, ഒരു തേങ്ങാക്കൊല ഉണ്ടാവില്ല. ഒക്കെ പത്തി മടക്കി പെരി കുത്തിരിക്കും. ഓല ആവശ്യത്താണ്. ജലീൽ ഉള്ളിലിരുന്ന് കളിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയും മനസ്സിലാക്കുന്നുണ്ടോ? ജലീല് പിന്നെ വനവാസത്തിന് പോയി, ഇലക്ഷനിലില്ല, മത്സരിക്കാനില്ല. ഇതൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ജലീൽ ചെയ്യുന്ന പണിയാ. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഒരു താരാട്ടുപാട്ടൊക്കെ ഉണ്ടായിരുന്നു, കുട്ടീനെ താരാട്ടുപാട്ട് ഇറക്കിയ. ഞാൻ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മളെ പൊട്ടന്മാരാക്കണേ. ഞാൻ വീട്ടിനകത്ത് ഒഴിഞ്ഞു കൂടി കുത്തിരിക്കാണ്. ഇപ്പൊ കള്ളിത്തുണി എടുത്തുകാണ്ട് കുട്ടീനെ താരാട്ട് പാട്ടി ഉറക്കി വീട്ടിനകത്ത് ഇരിക്കുക. ഞാൻ ഒന്നും കൊല്ലപ്പോ എന്ന് വരുത്തി തീർക്കുക. പക്ഷെ ഓനെ വീട്ടിനകത്തിരുന്ന് പണി തുടങ്ങിയിട്ട് കാലം കുറയായി. 20 വർഷമായി ഓൻ തുടങ്ങിയിട്ട് ഈ പണി. 20 വർഷം. അത് മനസ്സിലാക്കിക്കോ. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ആളാ. അതുകൊണ്ട് പറയാ 20 വർഷമായി ജലീൽ ഈ പണി തുടങ്ങിയിട്ട്. കാരണം ലീഗിന് അർത്താണ് കൊടുത്തു കഴിഞ്ഞാൽ അരച്ചാണ് കുടിച്ചാൻ ദേഷ്യമുള്ളവനവന്. ലീഗിന്റെ ഒരു റാത്തിലെ ഇറച്ചിക്ക് വേണ്ടി നടക്കുന്നവനവന്. അതിന് ഓൻ എന്തും ചെയ്യും. ലീഗിന്റെ ഒരു റാത്തിലെ ഇറച്ചിക്ക് വേണ്ടി ഓൻ എന്ത് പണിക്കും ഓൻ തയ്യാറായി. സമുദായം ഓനക്ക് ഒരു വിഷയമല്ല ആ കാര്യത്തില്. ലീഗാണോ മറുപക്ഷത്ത്, ഓൻ എന്തും ചെയ്യാൻ തയ്യാറാ. ഓൻ വിൽക്കും, എന്തും വിൽക്കും ലീഗിനെതിരില്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓൻ പണി തുടങ്ങിയിട്ട് കാലം കുറയായ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ അതിന്റെ പിന്നിലെ സൂത്രധാരകൻ അവനാണ്. എനിക്ക് മനസ്സിലായ സംഭവമാണ്, എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് പറയാം. ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം കഴിഞ്ഞ സമയത്ത് അവിടെ പിന്നെ ജിഫ്രി തങ്ങൾ മുത്തുക്കോയ തങ്ങൾ പ്രസംഗിച്ചാണ്ട് പോയ സമയത്ത് അവിടെ തക്ബീർ തൊഴിലാളികൾ, ഈ തക്ബീർ തൊഴിലാളികളെ ഇവര് അതിനായിട്ട് കുറെ ആളുകളെ നിയോഗിച്ചിരിക്കുക. ജിഫ്രി തങ്ങൾ പോണോടത്തും മറ്റുള്ള പിന്നെ നിങ്ങൾക്ക് അനുകൂലമുള്ള ഉസ്താദന്മാർ പോയി പ്രസംഗിക്കുന്നിടത്തൊക്കെ തക്ബീർ ചൊല്ലാൻ കുറെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ തക്ബീർ ചൊല്ലിയപ്പോൾ അതിനെക്കുറിച്ച് അവിടെ വിവാദം വർത്താനം ഉണ്ടായ സമയത്ത് പത്രക്കാർ വളഞ്ഞ് എവിടൊക്കെയോ പിന്നെ പ്രശ്നങ്ങളോ സംസാരങ്ങളൊക്കെ നടന്നു പത്രസമ്മേളനത്തിൽ. ആ സമയത്ത് പെട്ടെന്ന് കണ്ടിരുന്നു ഒരു പരിപാടി ഇല്ലാതെ വീട്ടിലിരുന്നിട്ട് ജലീൽ പത്രക്കാരുടെ മുമ്പിൽ. അത് എന്തിനായിരുന്നു? ഇതാർക്കും മനസ്സിലാവാത്തൊരു സംഭവമാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജലീൽ പെട്ടെന്ന് ജാമിയ ദുരന്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു പത്രക്കാരോട്. ഫേസ്ബുക്കിൽ വന്നതാ, ഞാൻ നേരിട്ട് കണ്ടതാ. അത് എന്തിനായിരുന്നു? വീട്ടിൽ ഒതുങ്ങിക്കൂടി ഒന്നും ഇല്ലാതെ ഇരുന്ന മനുഷ്യന് എന്തിനാ പെട്ടെന്ന് പട്ടിക്കാട് ജാമ്യന്നൂരിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴേക്ക് ചാടി എണീറ്റ് ഓടി വന്ന് കണ്ട് പത്രക സമ്മേളനത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചത്? അപ്പൊ അതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. ഇപ്പൊ ഓൻ വീട്ടിന്റെ അകത്ത് റെസ്റ്റ് ഒന്നല്ല, നല്ല പണിയിലാ. ഓനും സത്താറും കൂടിയിട്ട് ഇത് ആർക്കും ഓടൂല, അനക്കും ഓടൂല, ആർക്കും ഓടൂല. നല്ലോം മലർന്ന് കിടന്ന് ചിന്തിച്ചോ. അതുകൊണ്ടാണ് പറഞ്ഞത്, മലർന്ന് കിടന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ചിന്തിക്ക്. ഈ കിടന്നാട് ഈ ഗ്രൂപ്പിൽ വന്നാട് പടപട പറയല്ല, ദയവ് ചെയ്തിട്ട്. നമുക്ക് സമുദായത്തിന്റെ ഐക്യമാണ് ആവശ്യം. ഇവിടെ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും സമസ്തയും അല്ല വിഷയം. നമ്മളെ സമുദായത്തിന്റെ ഐക്യമാണ് ഇവിടെ മുഖ്യം. ആ ഐക്യം നിലനിർത്താൻ നിർബന്ധമായിട്ട് എൻ്റെ നേതാക്കന്മാരെ വിളിച്ചേ. നമ്മൾ ഈ ഇലക്ഷന്റെ മുമ്പ് ഒന്ന് മനസ്സിലാകത്തായി പിരിയാ, നന്നാവുക. നമ്മൾക്ക് ലീഗും സമസ്തയൊക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഇത്രയും കാലം പോയിരുന്ന മാതിരി തന്നെ പോണം. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് വലിഞ്ഞു കയറി വന്നപോലെ പിന്നെ ഇതിനെ ഈ കോലത്തിലാക്കിയത് അതുകൊണ്ടാ പറഞ്ഞത്. അല്ല ജിഫിനി പുത്തുക്കോയ തങ്ങൾ ചെരുപ്പിന്റെ വാറ് എന്ത് ചെരുപ്പിന്റെ വാറോ? ആരാ? ഞമ്മക്ക് അങ്ങനെ ചെരുപ്പിന്റെ വാറ അറിയില്ലല്ലോ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പൂക്കോയ തങ്ങളെ കണ്ട മനുഷ്യനാ ഞാൻ, ബാഫഗീതങ്ങളെ കണ്ട മനുഷ്യനാ ഞാന്, CH കണ്ട മനുഷ്യനാ ഞാന്. ആ കാലം തൊട്ട് നമ്മള് ഓലെ കണ്ടിട്ടാണ്, ഓലുണ്ടാക്കിയ പ്രസ്ഥാനാണ് എന്തും. ഈ ലീഗും ഈ സമസ്തയൊക്കെ ഓലാണ്. വരക്കൽ മുല്ലക്കോത്തങ്ങളും മുതൽച്ച് പാപ്പ മുതൽച്ച് അവിടുന്ന് കിട്ട് ബാഫഗീതങ്ങളും പൂക്കോയത്തങ്ങളും ഓല ആ പാണക്കാട്ട് കുടുംബത്തെ അവരെയാണ് നമ്മൾ ബൈഹത്ത് ചെയ്തിട്ടുള്ളത്.
പിന്നെ എവിടുന്ന് ഇന്നലത്തെ മഴക്ക് പൊട്ടി മുളച്ച ഒരു തവര പോലുള്ള ഒരു സാധനത്തിനെ കൊടുത്ത് കാണ്ട് ചെരുപ്പിന്റെ വാറാവാൻ ആരോടോ അതിനയാളെ മാനിക്കണോ? ആദ്യം അയാളോട് ഒരു വ്യക്തിത്വം നിലനിർത്താൻ പറയും. ഇത് സമസ്തന്റെ മുഷാവറ കയ്യ റോട്ടുമക്കണ്ട് വരിക തെരുവ് ഗുണ്ടകളെ പോലെ തോന്നിയ മാതിരി തോന്നിയ സാധനം പറയാ, പത്രക്കാരോട് തട്ടിക്കയറുന്ന പിണറായി വിജയന്റെ സ്വഭാവം മാതിരി ജനങ്ങളോട് മുഴുവൻ ചൂടായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു സമസ്ത മുഷാവറിന്റെ പ്രസിഡന്റ് ആണോ അത്? കേട്ടോ, പെരുപ്പിന്റെ വാറ് അടുപ്പാണ്. ഇങ്ങോട്ട് വാ, നേരിട്ട് വാ, നമ്മളൊന്ന് ഇരിക്കുക, നമ്മൾ ചർച്ച ചെയ്യുക, എൻ്റെ നേതാക്കന്മാരൊക്കെ വിളിച്ച് എന്നിട്ട് നമ്മൾ നേരിട്ട് പോവാ. നമ്മളെ നേതാക്കന്മാരെ കംപ്ലീറ്റ് വിളിക്ക്. വരൂല എൻ്റെ നേതാവ്, ഞാൻ ഇന്നായിട്ട് ചാലഞ്ച് ചെയ്ത് ചെയ്യും, വരൂല എൻ്റെ നേതാക്കന്മാർ, ഒരിക്കലും വരൂല.